ഹലോ എവരിവൺ, ഇത് ഇന്നത്തെ ഊണ് കാണിക്കാനല്ല കേട്ടോ. പിന്നെ ചോറൊന്ന് ഇത് ഒരു പുതിയ സാലഡ് പരിചയപ്പെടുത്താൻ. ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് കുറച്ച് പൊന്നാങ്കണ്ണി എടുത്ത് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞു. അതിൻ്റെ തണ്ടിൻ്റെ ഭാഗമെല്ലാം കൂടെ തോരനങ്ങായിരിക്കും. അതിന് തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്, ഇതൊന്ന് പരിചയപ്പെടുത്താമല്ലോ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ആ തണ്ടിൻ്റെ ഭാഗം അങ്ങ് അരിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു. ഒരു മുറി ചെറിയ സവാള ഇട്ടു, ഒരു പച്ചമുളക് ഇട്ടു. രണ്ട് പിന്നെ പച്ചക്കറി എടുക്കാൻ പോയപ്പം രണ്ട് ഇത് കിട്ടി, എന്തുവാ മറന്നുപോയി, പിന്നെ ഗ്ലോബിക്ക. അപ്പോൾ എനിക്ക് തോന്നി അതുകൂടി ഇതിനകത്ത് അരിഞ്ഞങ്ങിടാം, ഒരു പുളി ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഉപ്പ് ചേർത്തു, കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഈ എണ്ണ പോലെ കാണുന്ന ഒലിവ് ഓയിലാണ് കേട്ടോ, ഒലിവ് ഓയിൽ സാഡിന്. ഇത് സൗത്ത് അമേരിക്കയിലൊക്കെ ഇത് സാലഡായിട്ട് ഉണ്ടാക്കും. അതുപോലെ അവരിത് പച്ചയ്ക്ക് തിന്നും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കേട്ടതാണ്, ഞാൻ കണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇതേൽ ഇച്ചിരി കഴിച്ചാൽ മതി, ഇന്ന് വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല. അപ്പം തോന്നി ചോറ് നമുക്ക് കിട്ടിയ വെണ്ടയ്ക്ക തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് ആദ്യം എന്ത് ചെയ്തെന്നറിയാം, ഈ വെണ്ടയ്ക്ക എങ്ങനെ വെച്ചെന്നറിയണം. ഇത് ഞാൻ ആദ്യം ഇത് രണ്ടായിട്ട് കീറിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഇച്ചിരി ഉള്ളി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഞാൻ മൈക്രോവേവിൽ ഇളക്കി വെച്ചിട്ട് മൈക്രോവേവ് വെച്ച് 2 മിനിറ്റ് ആവി കയറ്റി. 2 മിനിറ്റ് ആവി കയറ്റിയിട്ട് കാണുന്നുണ്ടത് നോക്കിക്കോട്ടെ. അയ്യോ 2 മിനിറ്റ് ആവി കയറ്റിയിട്ട് അത് പിന്നെ ഒരു 2 സ്പൂൺ, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചില്ല കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ച് അതിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത്. പിന്നെ മീൻകറി, പിന്നെ ഈ ചോറുണ്ടെങ്കിൽ ഇത് മതിയല്ലോ. മുളകിട്ട മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോഴേ ഈ സാലഡ് പരിചയപ്പെടുത്താനാണ് ഞാൻ കൂട്ടി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്നോട് ആ ഗ്ലോബിക്കായുടെ ഒരു പുളിയോടുണ്ട്, അത് ചെറുതായിട്ടായിരുന്നു, അതും ഇതിനകത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രസമാണ്. നാരങ്ങാനീരുണ്ടേ ഒഴിച്ചാൽ മതിയായിരുന്നു, എൻ്റെ നാരങ്ങാനീരില്ല. അപ്പം കുരുമുളക്, സവാള, ഉപ്പ് ഇതൊക്കെ ചേർത്തുള്ളെന്ന് തോന്നുന്നു. മുമ്പ് വല്ലതും പറഞ്ഞെങ്കിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏതായാലും 2 സ്പൂൺ ഇത് ഒഴിച്ചു, ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു ഒലിവ് ഓയിൽ. ഓക്കെ, ഇതിട്ട് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ, പിള്ളേരൊന്നും കഴിക്കുകയില്ല, പിന്നെ നമുക്ക് താല്പര്യമാണെങ്കിൽ കഴിക്കുക. എൻ്റെ മോൻ ബ്രസീലിൽ പോയപ്പം പറഞ്ഞു, അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പച്ചില കൊണ്ടുവന്നങ്ങ് വെച്ചേക്കും. പക്ഷേ അവർ ശരിക്കും നമ്മളാണെങ്കിൽ അത് കഴിക്കുകയല്ല പച്ചയ്ക്ക്, അതുപോലുള്ളതൊക്കെയാണ് അവർ മെയിനായിട്ട് അവരുടെ ഫുഡെന്ന് പറയുന്നത്. രാത്രി ചിലപ്പോൾ ഒരു സാലഡൊക്കെയാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിളിൻ്റെ ഇല, ഏറ്റവും ക്യാബേജൊക്കെ തോടോടെ കൊണ്ടങ്ങ് വെക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ചോറ് കുറയ്ക്കുക. വെജിറ്റബിൾ എനിക്ക് എന്നുള്ള അത്ര ഇല്ല, കാരണം ഇന്ന് ഞാൻ മടിച്ച് ചോറ് ഉണ്ണണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി. അതുകൊണ്ട് കുറച്ച് ചോറേ എടുത്തുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊക്കെ കൂടെ കഴിക്കും. ഇത് ഞാനും കഴിക്കും കേട്ടോ, ഇത് കഴിക്കും. ഇത് ഇത്രയും കഴിക്കുമ്പോൾ എനിക്കിത് മതി. ഇനി ഒരു പഴമുണ്ട്, ഒരു പഴം കൂടെ തിന്നുമ്പോൾ ഓക്കെ, ഇന്നത്തെ ഉച്ചയൂണ് ശരിയാവും. ഓക്കെ.